ലൈബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് കൊക്കോയുടെ ഹലുവയാണ്. കൊക്കോ ഞങ്ങൾ അതിൻ്റെ കൊക്കോൻ്റെ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ടു, 2 മണിക്കൂർ വെള്ളത്തിലിട്ടു. അതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചു, നല്ല നൈസായിട്ട് അരച്ചു. പഞ്ചസാര ഏലക്കയൊക്കെ ഇട്ട് നൈസായിട്ട് അരച്ചു. പിന്നെ ശകലം ഗോതമ്പൊടിയും മൈദപ്പൊടിയും ചേർത്തു. ഉരുളിയിലിട്ടിട്ട് നന്നായിട്ടത് വിരകി, ഹലുവയ്ക്ക് വിരകുന്നത് പോലെ നന്നായിട്ടത് വിരകി, നന്നായിട്ട് നെയ്യും എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് വിരകിയതിന് ശേഷം ആ പാകമായപ്പോൾ 3 പാത്രത്തിൽ എടുക്കാനുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കൊക്കോയുടെ ഹലുവ. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് കൊക്കോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൊക്കോയുടെ ഹലുവ റെഡിയായി. ഞാൻ മുറിച്ച് കാണിക്കാവേ. സൂപ്പറായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഹലുവ മുറിക്കുന്നത് മുറിച്ചെടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം.